ലോസ് ആഞ്ചൽസിനെ കാട്ടുതീ വിഴുങ്ങാൻ തുടങ്ങിയിട്ട് കുറേയധികം ദിവസങ്ങളായി. 10,000-കണക്കിന് ഏക്കർ സ്ഥലങ്ങൾ ഇപ്പോൾ തന്നെ കത്തിച്ചാമ്പലായി. ഹോളിവുഡ് സെലിബ്രിറ്റീസ് ഉൾപ്പെടെയുള്ള പ്രശസ്തരുടെയും മറ്റും ആജീവനാന്ത സമ്പാദ്യങ്ങൾ കാട്ടുതീ ഇല്ലാതാക്കി കഴിഞ്ഞു. തീ പടരുന്നത് നിയന്ത്രണ വിധേയമാക്കാനുള്ള പ്രവർത്തികളാണ് ഇപ്പോൾ പ്രദേശത്ത് നടക്കുന്നത്. കാട്ടുതീ പടരുന്ന ലോസ് ആഞ്ചൽസിലെ കാട്ടുതീ പടരാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലെല്ലാം കടുത്ത പിങ്ക് നിറത്തിലുള്ള പൊടിയുടെ ആവരണത്തിലാണ് നിലവിൽ. പിങ്ക് നിറമണിഞ്ഞ നിരത്തുകളും പാർക്ക് ചെയ്ത വാഹനങ്ങളും വീടുകളുടെ മേൽക്കൂരകളും സാധാരണ കാഴ്ചയായി മാറിക്കഴിഞ്ഞു ഇപ്പോൾ. എന്തിനാണ് ഈ പിങ്ക് നിറത്തിലുള്ള പൊടി ഇവിടങ്ങളിൽ വിതറുന്നത്? കാട്ടുതീ പടരുന്നത് പ്രതിരോധിക്കാനായി വിതറിയ ഫോസ്റ്റെക് എന്ന അഗ്നിപ്രതിരോധ വസ്തുവാണിത്. 1963 മുതൽ US-ൽ തീ പടരുന്നത് പ്രതിരോധിക്കാനായി ഇത് ഉപയോഗിച്ചു വരുന്നുണ്ട്. രാസപ്രവർത്തനത്തിലൂടെ തീ പടരുന്നത് പതുക്കെയാക്കുകയോ തടയുകയോ ചെയ്യുകയാണ് ഇതിന്റെ ധർമ്മം. കാലിഫോർണിയയിൽ വിതറിയ ഫോസ്റ്റെക് ഉൽപ്പാദിപ്പിക്കുന്നത് പെരിമീറ്റർ എന്ന കമ്പനിയാണ്. ഇത് നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്നത് സംബന്ധിച്ച് കൃത്യമായ ഫോർമുല ലഭ്യമല്ലെങ്കിലും അമോണിയം സൾഫേറ്റിന്റെയും അയൺ ഓക്സൈഡിന്റെയും മിശ്രിതമായ ഫോസ്റ്റെക്കിൽ 80% ജലാംശമുള്ളതായാണ് റിപ്പോർട്ട്. 6% കളറിംഗ് ഏജന്റും ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. അഗ്നിരക്ഷാസേനയുടെയും പൈലറ്റിന്റെയും കണ്ണിൽ പതിയുന്നതിന് വേണ്ടിയാണ് ഈ നിറം ഉപയോഗിക്കുന്നത്. തീ പടരുന്നതിനുള്ള സാധ്യത പൂർണ്ണമായും ഇല്ലാതാകുന്നതോടെ പിങ്ക് നിറത്തിലുള്ള ഈ പൊടി നീക്കം ചെയ്യും. പാതയോരങ്ങളിൽ നിന്ന് പ്രഷർ വാഷർ ഉപയോഗിച്ച് ഈ പൊടി നീക്കം ചെയ്യാം. ചെറിയ പ്രതലങ്ങളിൽ നിന്ന് ചൂടുവെള്ളവും സോപ്പ് പൊടിയും ഉപയോഗിച്ച് നീക്കം ചെയ്യാവുന്നതാണ്. നിരന്തരം സൂര്യപ്രകാശം അടിച്ചു കഴിഞ്ഞാൽ ഈ നിറം മങ്ങുകയും ചെയ്യും. തീ പ്രതിരോധിക്കുന്നതിനായി വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പരിസ്ഥിതിവാദികൾ ഉൾപ്പെടെ നിരവധി പേർ ഇതിനെതിരെ രംഗത്തെത്തിയിരുന്നു. രാസവസ്തുവായ ഇത് പരിസ്ഥിതിക്കും ജീവജാലങ്ങൾക്കും ദോഷം ചെയ്യുമെന്നായിരുന്നു അവരുടെ കണ്ടെത്തൽ. 2022-ൽ ഇതിനെതിരെ US ഫോറസ്റ്റ് സർവീസിലെ മുൻ ജീവനക്കാർ ഹർജിയും ഫയൽ ചെയ്തിരുന്നു. കണ്ണുമടച്ച് ആകാശമാർഗം ഇത് വിതറുന്നത് ജലാശയങ്ങളിൽ പൊടി പതിക്കുന്നതിനും മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നതിനും കാരണമാകുമെന്നും അവർ ചൂണ്ടിക്കാട്ടി. ഇവരുടെ വാദം അംഗീകരിച്ച US ജഡ്ജ് പക്ഷേ രാസവസ്തു നിയന്ത്രണങ്ങളോടെ ഉപയോഗിക്കാൻ അനുമതി നൽകി. ജലപാതകൾ, വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥകൾ തുടങ്ങിയ പരിസ്ഥിതി ദുർബലമായ പ്രദേശങ്ങളിൽ ഇത്തരം രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ മനുഷ്യജീവനോ പൊതുസുരക്ഷയ്ക്കോ ഭീഷണിയാകുമ്പോൾ ഫോസ്റ്റെക് ഉപയോഗിക്കുന്നതിന് വിലക്കില്ല.